മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും. നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ദേഹം അസ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൾ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയില്ലെന്നാൾ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തു, പക്ഷേ എണ്ണ എടുത്തില്ല. 5 കന്യകമാർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. അവർ വിളക്കെടുത്തു, പക്ഷേ എണ്ണ എടുത്തില്ല. പാത്രത്തിൽ കൂടി എണ്ണ എടുത്തില്ല. പാത്രം ഉണ്ടായിരുന്നു അവർക്ക്, പക്ഷേ പാത്രത്തിൽ എണ്ണ എടുത്തില്ല. എണ്ണ എടുക്കണമെങ്കിൽ റിസർവ് ഓയിൽ കരുതണമെങ്കിൽ അവരുടെ കയ്യിൽ പാത്രം ഉണ്ടായിരുന്നു. കാരണം വേദവസം വായിക്കുമ്പോൾ, ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ കാണാം, ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. പാത്രം എടുത്തില്ല എന്നല്ല, എണ്ണയെടുത്തില്ല. അവർ സംതൃപ്തരാണ്. പാത്രമുണ്ടല്ലോ, മറ്റൊരുടെ കയ്യിൽ പാത്രമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പാത്രമുണ്ട്. ബുദ്ധിയുള്ളവരുടെ കയ്യിൽ പാത്രമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പാത്രമുണ്ട്. ഞങ്ങളുടെ പാത്രത്തിൽ എണ്ണയുണ്ടോ? അതവർ ശ്രദ്ധിച്ചില്ല. എണ്ണയെടുത്തില്ല. ഇന്ന് പുറമേയുള്ളതെല്ലാം ഉണ്ട്.
എല്ലാം നല്ല ക്രമീകരണങ്ങളുണ്ട്, നല്ല മനോഹരമായ പ്രാർത്ഥനകളുണ്ട്, നല്ല കാവ്യോചിതമായ പ്രമേയോനുകളുണ്ട്, കാവ്യമാതിരിയുള്ള ധ്യാനാത്മകമായ സെതറകളുണ്ട്. അത്യന്തം ശ്രുതിമധുരവും അതേസമയത്ത് ഗഹനവുമായ നല്ല കാവ്യാത്മകമായ സുന്ദരമായ ഗാനങ്ങളുണ്ട്, ഗീതങ്ങളുണ്ട്. എല്ലാം കോരിത്തെരിപ്പിക്കുന്ന ഗീതങ്ങൾ, എല്ലാം പുളകം കൊള്ളിക്കുന്ന പ്രാർത്ഥനകൾ. സ്തോത്രം. എന്തിനാ കുറവ്? പാത്രമുണ്ട്, പക്ഷെ എണ്ണയില്ല. അകത്ത് അന്തസ്സാരമില്ല. പുറമേയുള്ളതെല്ലാം ഉണ്ട്, ചട്ടം കെട്ടുകളെല്ലാം ഉണ്ട്, പുറമേയുള്ള അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, നമസ്കാരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അകത്ത് കരുത്തില്ല, അകത്ത് എണ്ണയില്ല. അകത്ത് എണ്ണയില്ലാത്ത പാത്രങ്ങൾ. അവർ പാത്രം എടുത്തു, പക്ഷേ എണ്ണ എടുത്തില്ല. കഷ്ടമായിപ്പോയി. അത്രയ്ക്കും ചിന്തിച്ചില്ല അവർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. എന്നാൽ ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ പാത്രത്തിൽ കൂടി എണ്ണയെടുത്തു. എണ്ണ കരുതിയിരിക്കണമെന്നുള്ളതായ ബോധം അവർക്കുണ്ടായിരുന്നു. ഏത് സമയത്തും ഇപ്പോഴുള്ള വിളക്കിലെ എണ്ണ തീർന്നു പോകാമെന്നും വിളക്ക് കെട്ടുപോകാമെന്നും അവർക്കറിയാമായിരുന്നു. വലിയൊരറിവാണത്. എനിക്ക് ഇന്നുള്ള ആത്മാവ് ഏത് സമയത്തും എന്നെ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പൗലോസ് ആവർത്തിച്ച് പറയുന്നതാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നതാണ്, അതിനാലാണ്, പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഞരങ്ങിക്കൊണ്ടിരിക്കാനിട വരുത്തരുത്. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഞരങ്ങി കരഞ്ഞുകൊണ്ടിരിക്കാനിട വരുത്തരുത്. നമ്മുടെ കോപസ്വഭാവം കണ്ട് പരിശുദ്ധാത്മാവ് ഞരങ്ങരുത്. നമ്മുടെ വാശിയും വഴക്കും പിണക്കവും കണ്ട് പരിശുദ്ധാത്മാവോടെ ശ്വാസം മുട്ടിയിരിക്കേണ്ട വരരുത്. കുറേ നേരം ഇരിക്കും, പക്ഷേ നിർവാഹമില്ലാതാകുമ്പോൾ ആത്മാവ് വിട്ടുപോകും. യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായം 9-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ദേവാലയത്തിൽ കത്തിക്കൊണ്ടിരുന്നതായ ധൂപം അത് ദേവാലയത്തിൽ നിന്ന് മാറി ഉമ്മരപ്പടിയിലേക്ക് പോകുന്നു. ജ്വലിച്ചുകൊണ്ടിരുന്നതായ ദിവ്യപ്രകാശം ദേവാലയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് മാറി അത് ഉമ്മരപ്പടിക്കിലേക്ക് പോകുന്നു. ഉമ്മരപ്പടിക്കിൽ നിന്ന് മാറി അത് ഗോപുരത്തിലേക്ക് പോകുന്നു, ഗേറ്റിങ്ങിലേക്ക് പോകുന്നു. പിന്നീട് അത് ദൂരെ മാറി അങ്ങ് പർവ്വതത്തിലേക്ക് പോകുന്നു. തേജസ് മാറി പോവുകയാണ്. ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാം. യെഹെസ്കേൽ 9-ാം അധ്യായം വായിക്കുമ്പോൾ നോക്കൂ, ദേവാലയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തുണ്ടായിരുന്ന പ്രകാശം, ആ ധൂപം, ആ തേജസ് ദേവാലയത്തിൻ്റെ കെരൂബുകളിൽ നിന്ന് മാറി അത് ദേവാലയത്തിൻ്റെ പുറത്തുള്ളതായ ആ ഉമ്മരപ്പടിക്കിലേക്ക് പോകുന്നു. ഉമ്മരപ്പടിക്കിൽ നിന്ന് അത് ഗോപുരദ്വാരത്തിലേക്ക് പോകുന്നു. അതിനുശേഷം അത് ദേവാലയ പരിസരം വിട്ടങ്ങ് ദൂരെ പർവ്വതത്തിലേക്ക് പോകുന്നു. മാറി പോവുകയാണ്. ദൈവദേശം മാറി പോകുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ തേജസ് എന്നിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന്? എന്നിലുണ്ടായിരുന്ന തേജസ് കെട്ടുപോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഒന്ന് ചിന്തിക്കണേ. ദൈവതേജസ് എന്നിൽ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ടോ? ദൈവതേജസ് എന്നിൽ കെട്ടുപോകുന്നുണ്ടോ? എന്നെ ദൂരെ പോയിരിക്കുകയാണ് ദൈവതേജസ്. ദേവാലയത്തിൻ്റെ അകത്ത് കത്തിക്കൊണ്ടിരുന്ന ദീപത്തിൽ നിന്ന് പൊങ്ങുന്നതായ ധൂപടലം അത് അവിടെ നിന്ന് പോയി, തേജസ് മാറിപ്പോയി. ഒരു സമയത്ത് കത്തിക്കൊണ്ടിരുന്നു, ഇതിലെണ്ണയുണ്ടായിരുന്നു, കത്തിക്കൊണ്ടിരുന്നു. ആ ദിവ്യ തേജസ് ധൂമപടലം അത് അവിടെ നിന്ന് മാറി ദൂരെ പോയിക്കൊണ്ടിരിക്കുന്നു. ദൂരെ പോവുകയാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം, കർത്താവ് പറഞ്ഞ ഒരു ഉപമയുണ്ട്, ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ അപ്പൻ കൊടുത്തതെല്ലാം സ്വരൂപിച്ച് ആ മുതലെല്ലാം കൂട്ടിക്കൊണ്ട് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി എന്നാണ് പറയുന്നത്. ദൂരദേശത്തേക്ക് യാത്രയായി. ഓരോ ദിവസവും ചെല്ലുമ്പോൾ അവൻ അകലേക്ക് മാറുകയാണ്. അനേകം ദൈവമക്കൾ ഓരോ ദിവസവും കഴിയും തോറും ദൂരേക്ക് പോവുകയാണ്. വചനം ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, പക്ഷേ അപ്പോൾ ചെറിയ ചലനം ഉണ്ടായാലും പിന്നെയും ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചുവടുവയ്പ്പിലും അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകലയിലേക്ക് പോവുകയാണ്. അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഞാൻ ഇന്ന് അപ്പൻ്റെ വീടിനോട് അടുത്താണോ അത് അകലെയാണോ? ഓരോ ദിവസം കഴിയുന്തോറല്ല, ഓരോ മണിക്കൂർ കഴിയുന്തോറും ഞാൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണോ? ഞാൻ ദുർനടപ്പുകാരുടെ ഇടയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണോ? ഞാൻ ചീത്ത കൂട്ടുകാരുടെ ഇടയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണോ? അശ്വത്ഥ ബന്ധങ്ങളിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണോ?
അരുതാത്ത ശീലങ്ങളിലേക്കും അരുതാത്ത വീഴ്ചകളിലേക്കും ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ ജീവിതം തകർന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓരോ ദിവസം കഴിയുന്തോറും വിശ്വാസം കുറഞ്ഞു കുറഞ്ഞ് വരികയാണോ? കഴിഞ്ഞ ആണ്ടുണ്ടതിനേക്കാൾ വിശ്വാസം കുറഞ്ഞിരിക്കുകയാണോ അതോ കൂടിയിരിക്കുകയാണോ? കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നതിനേക്കാൾ വിശുദ്ധിയും വിശ്വാസം കുറഞ്ഞിരിക്കുകയാണോ അതോ കൂടിയിരിക്കുകയാണോ? മുമ്പ് ഒരു പാവം എന്ന് പറയുമ്പോൾ ഞെട്ടിയിരുന്നു. ഒരു അല്പം ഈർഷ്യ വരുമ്പോഴേക്കും ഞെട്ടിയിരുന്നു, ഞെട്ടിത്തരിച്ചിരുന്നു, കോപിച്ച് ഒരു കോപം വന്നുപോയല്ലോ കർത്താവേ, എന്ത് വേണ്ടു കർത്താവേ, ക്ഷമിക്കണമേ. ഉള്ളം നടുങ്ങിയിരുന്നൊരു കാലമില്ലേ? എനിക്കറിയാം, ഉള്ളം നടുങ്ങിയിരുന്ന കാലം. ഒരു ചെറിയ നീരസം വരുമ്പോൾ, ഒരു ചെറിയ ഇഷ്ടക്കുറവ് വരുമ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തെറ്റുപറ്റി കഴിയുമ്പോൾ, ഒരുപക്ഷെ വാക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മനോഭാവത്തിലായിരിക്കാം, തെറ്റുപറ്റി കഴിയുമ്പോൾ അതിൻ്റെ ആ തീവ്രമായ വേദന ശമിക്കുന്നതുവരെയും ഉപവാസം എടുക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഈ ജീവിത സുഖങ്ങളൊന്നും വേണ്ട, എൻ്റെ ജീവിതം ശരിയാകണം, ശരിയായിട്ടേ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഇങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ചിലർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാൽ ഇന്നെങ്ങനെയുണ്ട്? ഇന്ന് ഉപവാസം മറന്നുപോയിരിക്കുന്നു. ഇന്ന് പ്രാർത്ഥന ഇന്ന് മറവിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആത്മീയ തീക്ഷ്ണത കുറഞ്ഞു പോയിരിക്കുന്നു. ദൈവമക്കളുള്ളതായ സ്നേഹം വറ്റിപ്പോയിരിക്കുന്നു. പരസ്പരം കൂട്ടായ്മയുടെ ബന്ധത്തിലുള്ളതായി വിടവുകളിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. വിള്ളലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഐക്യം കുറഞ്ഞു പോയിരിക്കുന്നു. സ്നേഹം വറ്റിപ്പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാത്രത്തിൽ എണ്ണ കരുതിക്കൊള്ളണം, റിസർവ് ഓയിൽ കരുതിക്കൊള്ളണം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ കേവലം ഒരു പ്രസംഗമായി വിചാരിക്കരുത്. ചില ആശയങ്ങളാണ് പറയുന്നത് വിചാരിക്കരുത്. ഒരു നാൾ ഈ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ, നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്നൊരു സമയം വരും. അതൊന്ന് കേട്ടല്ലോ കർത്താവേ, ഞാനന്ന് തിരിഞ്ഞില്ലല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ, സമയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരയാനിട വരരുത്. ഇതെല്ലാം ഞാൻ കേട്ടതായിരുന്നല്ലോ, കേട്ടപ്പോൾ ഞാനതെല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇതൊക്കെ എത്ര കേട്ടതാണെന്നുള്ള ഭാവത്തിൽ ഞാൻ ഇരിക്കുകയായിരുന്നല്ലോ. ഇതൊക്കെ ഞാനും പ്രസംഗിച്ചതല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നല്ലോ. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളിലേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എൻ്റെ ജീവിതം ഞാൻ ശരിയാക്കിയില്ലല്ലോ, എൻ്റെ ജീവിതം ഞാൻ തിരുത്തിയില്ലല്ലോ. കർത്താവേ ക്ഷമിക്കണേ. ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷം ചെല്ലും തോറും അപ്പൻ്റെ വീട്ടിൽ നകന്നു പോകുന്നു. എണ്ണ വറ്റി വന്നുകൊണ്ടിരിക്കുന്നു, പോകുന്നു. വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വേഗം റിസർവ് ഓയിൽ എടുത്ത് ഒഴിക്കണം. റിസർവ് ഓയിൽ വേഗം ഒഴിച്ചു കൊള്ളണം. പാത്രത്തിൽ എണ്ണയുണ്ട്, ഒഴിക്കാൻ എണ്ണ അടുത്ത് തന്നെയുണ്ട്, സൗകര്യം. മറ്റോരോ 5 കന്യകമാർ ബുദ്ധിയില്ലാത്തവർ എണ്ണ എടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കർത്താവോട് പറയാം, കർത്താവേ, എനിക്ക് ഇപ്പോൾ തിരുമുമ്പാകെ വരുമ്പോൾ എനിക്ക് നല്ലതെന്ന് പറഞ്ഞു വരാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അഭിമാനം പറഞ്ഞു വരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ നിങ്ങളോടൊപ്പം പറയുകയാണ്, കർത്താവേ, അഭിമാനിച്ചു കൊണ്ടുവരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. കർത്താവേ, സ്നേഹോഷ്മളമായ ജീവിതം എന്ന് പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ ദൈവം, ത്യാഗോജ്വലമായ ജീവിതം എന്ന് പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാനൊന്നും ത്യജിച്ചില്ല. ഞാൻ യേശുവിൻ്റെ പ്രതി ഒന്നും വിട്ടില്ല. ഞാനൊന്നും കർത്താവെ ഞാൻ കൈവിട്ട് കളഞ്ഞില്ല. സുഖഭോഗങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ പേരിനൊരു സുവിശേഷ വിലയും. കർത്താവ്, ഇതല്ലായിരുന്നു എൻ്റെ ജീവിതം. അഭിമാനിച്ചുകൊണ്ട് വരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ കുറ്റവാളിയായി പിടിക്കപ്പെട്ടിതാ വന്നിരിക്കുന്നു. നാഥാ, ഞാൻ കുറ്റവാളിയായി തിരുമുമ്പാകെ വന്നിരിക്കുന്നു. ഈ അഭിമാനിക്കാനൊന്നുമില്ല. കർത്താവേ, ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ആണിയടിച്ച് തകർന്ന ആ കരങ്ങൾ ഇപ്പോൾ എൻ്റെ നേരെ ഒന്ന് നീട്ടി, എൻ്റെ പാവം ഓർക്കാതെ, എൻ്റെ പിന്മാറ്റം ഓർക്കാതെ എൻ്റെ നേരെ ആ തൃക്കരം ഒന്ന് നീട്ടി എന്നെ ഒന്ന് തൊടണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒന്ന് തൊടണമേ കർത്താവേ. ഞാൻ ആ തൃക്കരം ഒന്ന് മൊത്തിക്കോട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ തൃപ്പാദം ഒന്ന് ചുംബിച്ചോട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ എന്നോടൊന്ന് മനസ്സിലിയണമേ. എൻ്റെ മേൽ നിരതക്കരം ഒന്ന് വെക്കണമേ. എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ആരാധ്യനേ എന്നുള്ള മനോഹരമായൊരു ഗീതമുണ്ട്. അത് ഈ കുട്ടികൾ പാടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരാധ്യനേ, ഞാൻ തൃപ്പാദം ചുംബിച്ചോട്ടെ, ഞാൻ തൃക്കരൊന്ന് ചുംബിച്ചോട്ടെ. ദൈവത്തിന് സ്തോത്രം. ആരാധ്യനായ യേശുവേ, ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വന്നോട്ടെ. ഞാൻ തിരുമുഖം ഒന്ന് കണ്ടോട്ടെ. എനിക്കതൊന്ന് കാണാൻ അനുവാദം തരാമോ?
കർത്താവേ, എൻ്റെ ജീവിതം ഒന്നുകൂടി സമർപ്പിച്ചോട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആരാധന എന്നുള്ള പാട്ട് നമുക്കിപ്പോൾ പാടി കേൾക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തൃക്കരം സ്പർശിക്കുന്ന അനുഭവം നിങ്ങൾ പ്രാപിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം നിങ്ങളുടെ കാതുകളിൽ പതിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം വാഞ്ചിക്കുക. കർത്താവേ, പഴയ സന്തോഷത്തിലേക്ക് എനിക്ക് മടങ്ങി വരണം, പഴയ വിശുദ്ധിയിലേക്ക് എനിക്ക് മടങ്ങി വരണം, പഴയ തീക്ഷ്ണതയിലേക്ക് എനിക്ക് മടങ്ങി വരണം, പഴയ എരിവിലേക്ക് എനിക്ക് മടങ്ങി വരണം, പഴയ ജീവിത ദർശനത്തിലേക്ക് എനിക്ക് മടങ്ങി വരണം, പഴയകാല ജീവിതത്തിൻ്റെ പ്രശോഭിതമായ അവസ്ഥയിലേക്ക് എനിക്ക് മടങ്ങി വരണം, പഴയകാല സമർപ്പണത്തിലേക്ക് എനിക്ക് മടങ്ങി വരണം. കർത്താവേ, ആഴമേറിയ ജീവിത അനുഭവങ്ങൾ എനിക്ക് തരണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുള്ളവർ പാത്രത്തിൽ കൂടി എണ്ണയെടുത്തു. വിളക്കിൽ എണ്ണയുണ്ട്, പാത്രത്തിൽ എണ്ണയുണ്ട്. എല്ലാവരുടെയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും വിളക്ക് കത്തുക. വിളക്ക് കെട്ടുപോയില്ല, വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാവരുടെയും 10 പേരുടെ വിളക്കിൽ എണ്ണയുണ്ട്. മണവാളം വരെ താമസിക്കുന്നു മനസ്സിലായി. എന്നാൽ കുറച്ച് നേരം ഉറങ്ങാം. അവരെ പരസ്പരം ആലോചിച്ചു, നമുക്കൊന്ന് ഉറങ്ങിയാലോ. വൈകിട്ട് മണവാളം വരുമ്പോൾ ആർപ്പുളി ഉണ്ടാകുമല്ലോ, നമുക്ക് അപ്പോൾ എഴുന്നേറ്റ് വിളക്ക് വിളിച്ചാൽ മതിയല്ലോ. 10 പേര് ഒരുമിച്ച് കിടന്നുറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളം വരുന്നുള്ളതായ ആർപ്പുളി ഉണ്ടായി. പെട്ടെന്നാണ് ആ വലിയ ആഘോഷ ശബ്ദം കേട്ടപ്പോൾ 10 പേരും കേട്ടു. അത് 10 പേരും കേട്ടു. 10 പേരും ഞെട്ടി ഉണർന്നു. മയക്കുന്നത് അങ്ങനെയാണ്. ഇവരെല്ലാവരും മയക്കം പിടിച്ചു തുടങ്ങി. മണവാളം വരുന്ന ആർപ്പുളി ഉണ്ടായപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ ദേ ട്രിംഡ് ദെയർ ലാംപ്സ്, അവരുടെ വിളക്കിൻ്റെ നാട നീട്ടിക്കൊടുത്തു. നാട വിളക്കിൻ്റെ ആ തിരി നീട്ടിക്കൊടുത്തു. ദേ ട്രിംഡ് ദെയർ ലാംപ്സ്, അതിൻ്റെ അറ്റം മുറിച്ച് കളഞ്ഞു. തിരിയുടെ അറ്റം ഇങ്ങനെ കരിന്തിരി കത്തുന്ന പോലത്തെ മഷിയായിട്ട് നിൽക്കുന്ന ഭാഗം, മഷി പിടിച്ചിരിക്കുന്ന ഭാഗം മുറിച്ച് കളഞ്ഞു. ട്രിംഡ് ദെയർ ലാംപ്സ്, ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത്ര നേരവും കത്തിക്കൊണ്ടിരുന്നെങ്കിലും ആളി കത്താൻ പാകത്തിന് തിരി നീട്ടി കിട്ടിയപ്പോൾ കത്താൻ എണ്ണയില്ല. 5 പേരുടെ വിളക്ക് കെട്ടുപോയി. 5 പേരുടെ വിളക്ക് കെട്ടുപോയി. മറ്റ് 5 പേരുടെ വിളക്ക് നല്ലപോലെ കത്തുന്നു. കാരണം അവർ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ എണ്ണയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്നുള്ള ആത്മീയം കൊണ്ട് നാം തൃപ്തരാകരുത്. ഇന്നുള്ള ആത്മീയ തീക്ഷ്ണത കൊണ്ട് നാം തൃപ്തരാകരുത്. ഇന്നുള്ള ആത്മീയ നിലവാരം കൊണ്ട് നാം തൃപ്തരാകരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്നുള്ള ആത്മീയ കാഴ്ചപ്പാട് കൊണ്ട് നാം തൃപ്തരാകരുത്. കർത്താവ്, എനിക്ക് ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് നീങ്ങണമല്ലോ. നിങ്ങൾ പറയൂ, ഹൃദയത്തിൽ പറയൂ, കർത്താവെ, ആത്മീയ ജീവിതത്തിൻ്റെ അഗാധങ്ങളിലേക്ക് ഇനി പോകണം. ആഴമേറിയ ആത്മീയ ജീവിതം എനിക്ക് അതിൽ നിന്ന് അനുഭവിക്കണം. ഇനി പഴയതുപോലെ ജീവിക്കുന്നില്ല കർത്താവെ. ഇനി ഞാൻ
ഒരു ചിന്തയില്ലാത്തവണ്ണം ജീവിക്കുകയില്ല, ബുദ്ധിഹീനനായി ഞാൻ ജീവിക്കുകയില്ല, ശ്രദ്ധയില്ലാത്തതിനായി ഞാൻ ജീവിക്കുകയില്ല, കരുതലില്ലാത്തതിനായി ഞാൻ ജീവിക്കുകയില്ല. കർത്താവ് ഓരോ സെക്കൻഡും വിലയേറിയത്. ഓരോ നിമിഷം കഴിയുന്തോറും ഞാൻ എൻ്റെ ജീവിതാവസാനത്തോട് അടുക്കുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഇനി ഒരുപക്ഷെ എനിക്ക് തിരിയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ, ഇനി ഒരവസരത്തിൽ ജീവൻ്റെ വചനം കേൾക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ, കർത്താവേ, ജീവൻ്റെ വചനം ജീവൻ്റെ ആത്മാവിനോട് വാദിക്കുന്നത് ഇനി കിട്ടിയില്ലെങ്കിലോ, ഇന്ന് ആത്മാവ് വാദിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇന്ന് ആത്മാവ് പ്ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു, ഇന്ന് ആത്മാവ് എൻ്റെ ജീവിതത്തിൻ്റെ അരികിൽ വന്ന് കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നു, ഇന്ന് എന്നിൽ കടന്നു വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ദാഹിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് ഇനി സംഭവിച്ചില്ലെങ്കിലോ, കൃപയുടെ വാതിൽ അടഞ്ഞു പോയാലോ, പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞാലോ, കൃപയുടെ പെട്ടകത്തിൽ കിടക്കാൻ പറ്റാതെ വന്നാലോ, എൻ്റെ കർത്താവേ, എല്ലാവരും പുറത്തു നിന്ന് വിളിക്കുന്നു, അയ്യോ ഞങ്ങൾക്കും തുറക്കണമേ, ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് ഇന്ന് എനിക്ക് രക്ഷ തരണം. കൃപയുടെ വാതിൽ പൂട്ടാറായിരിക്കുന്നു. ഇന്ന് കൃപാസനത്തിലിരിക്കുന്നവൻ ന്യായാസനത്തിലേക്ക് മാറാറായിരിക്കുന്നു. എൻ്റെ ദൈവമേ, കൃപാസനത്തിലിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ന്യായാസനത്തിലേക്ക് മാറുന്നതിന് മുൻപ് ഇന്ന് എനിക്ക് കൃപയുടെ പെട്ടകത്തിൽ പ്രവേശിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഏറ്റവും നഷ്ടപ്പെട്ടനായിത്തീരും, ഏറ്റവും ദൗർഭാഗ്യം അനുഭവിക്കുന്നതായിത്തീരും, നിർഭാഗ്യനായിത്തീരും. കർത്താവേ, ആ മഹാവലിയ ഛേദം എനിക്ക് വരരുത്, ആ വലിയ നഷ്ടം എനിക്ക് വരരുത്. ഇന്ന് ഞാൻ ഇതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും ഏൽപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിൻ്റെ കൈകളിലേക്ക് എന്നെ തന്നതാണ്, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതാണ്. എന്നാൽ ഇന്ന് എൻ്റെ ഹൃദയം ഇരുണ്ടുപോയിരിക്കുന്നു, എൻ്റെ കാഴ്ചപ്പാടെല്ലാം ഇരുണ്ടുപോയിരിക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് പാവബോധം കിട്ടുന്നില്ല, എൻ്റെ ഹൃദയം തകരുന്നില്ല, എൻ്റെ ഉള്ള ഉടയുന്നില്ല, എൻ്റെ മനസ്സ് പൊടിയുന്നില്ല. കർത്താവേ, ബ്രോക്കൺനെസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, തകർച്ച നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കർത്താവേ, അനുതാപം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു സമയത്തുണ്ടായിരുന്ന തീക്ഷ്ണത കുറഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒന്ന് ആവസിക്കണമേ. എൻ്റെ മുമ്പിൽ വന്ന് നാളുകളായി പ്ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആത്മാവ്, വാദിച്ചുകൊണ്ടിരുന്ന ആത്മാവ്, കെഞ്ചിക്കൊണ്ടിരുന്ന ആത്മാവ് ദുഃഖിതനായി തിരിച്ചു പോകേണ്ട വരല്ലേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അടുക്കൽ നിന്ന് കെഞ്ചിക്കൊണ്ടിരുന്ന ആത്മാവ് ദുഃഖത്തോടെ മടങ്ങിപ്പോകേണ്ട വരല്ലേ. ഇതാ ഞാൻ എന്നെ നിനക്ക് താഴ്ത്തി തരുന്നു. ഈ നിസ്സാരമായ ആയുസ് ഇനി എത്രയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇനി എത്ര കാലമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉള്ള ആയുസ് നിൻ്റെ കരങ്ങളിലേക്ക് ഇതാ വെച്ച് മാറുന്നു, ഉള്ള ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നാഥാ, ഇന്ന് ഞാൻ ഈ കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ അവസരമാണോ എനിക്കറിഞ്ഞുകൂടാ. ഇതാ ഞാനിപ്പോൾ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നാഥാ, നീ എന്നോടൊന്ന് മനസ്സറിയണം. എൻ്റെ പാപങ്ങൾ ഓർക്കല്ലേ, എൻ്റെ അകൃത്യങ്ങൾ ഓർക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരങ്ങളെ, കഴിഞ്ഞ കാല പാപങ്ങളെ ഓർത്ത് നെടുവീർപ്പിടുവീൻ. നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ എങ്കിലേക്ക് തിരിയുവീൻ. യഹോവയുടെ എള്ളപ്പാട്. വസ്ത്രങ്ങളെല്ലാം കീറേണ്ടത് ഹൃദയങ്ങളെ തന്നെ കീറി എങ്കിലേക്ക് തിരിയുവീൻ. ദൈവത്തിന് സ്തോത്രം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ടെങ്കിലേക്ക് തിരിയുവീനെന്ന് ദൈവം പറയുന്നു. യോവേൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം മുതൽ. ദൈവത്തിന് സ്തോത്രം. വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയങ്ങളെ കീറുക. ഹൃദയം മുറിയട്ടെ, ഹൃദയത്തിൽ നിന്ന് ജീവരക്തം ഒഴുകട്ടെ. ആ ഹൃദയത്തിൽ നിന്ന് ജീവരക്തം ഒഴുകുന്നതിൻ്റെ പ്രതീകമായി കണ്ണിൽ നിന്ന് കണ്ണുനീർ പ്രവാഹം നിൻ്റെ ജീവിതത്തിൽ നിന്ന് പാപക്കറകൾ കഴുകുന്നതായി ഒഴുകി വരട്ടെ. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ കറകളൊക്കെയും കഴുകട്ടെ. ദൈവം ഇതിലേ നീ എന്ത് പറയുന്നു? നിൻ്റെ ജീവിതം യേശുവിനെ ഇപ്പോൾ കൈമാറാൻ നിനക്ക് തോന്നുന്നുണ്ടോ? യേശുവിൻ്റെ കൈകളിലേക്ക് നിസ്സാര ജീവിതം കൊടുക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് വേണ്ടി ആണിയച്ച് തകർന്ന കരങ്ങൾ, നിനക്ക് വേണ്ടി രക്തം ചിന്തിയ കരങ്ങൾ, മോനെ നിനക്ക് വേണ്ടി ആ ഏറ്റവും തീക്ഷ്ണമായ വേദന അനുഭവിച്ച കരങ്ങൾ, നിനക്ക് വേണ്ടി പിച്ച് ചീന്തിയ കരങ്ങൾ ഇപ്പോൾ ഇതാ നിൻ്റെ നേരെ നീട്ടിയിരിക്കുന്നു. മകനെ, നീ ഒന്ന് കാണൂ ഇത്. എൻ്റെ മോനെ, നീ എൻ്റെ ഈ കൈകളെന്ന് കാണൂ. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അടിയേറ്റത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അടിയേറ്റ് തകർന്നത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കുരിശിൽ കിടന്ന് പെടഞ്ഞത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ മുഖത്ത് തുപ്പലേറ്റത്? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കന്നത്തടിയേറ്റത്? ഞാൻ പാവം ചെയ്തില്ലല്ലോ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നെ വിധിച്ച പീലാത്തോസ് പോലും പറഞ്ഞത് ഇവൻ നീതിമാനെന്നാണ്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്നാണ്. ഞാൻ ഒരു കുറ്റവും ഇവനിൽ കാണുന്നില്ല എന്ന് പീലാത്തോസ് 3 വട്ടം പറഞ്ഞല്ലോ. നിങ്ങൾ കേട്ടതല്ലേ? ദൈവത്തിന് സ്തോത്രം. വിധിച്ച ന്യായാധിപതി പറയുന്നു ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. എന്നെ ഒറ്റിക്കൊടുത്ത ഘാതകനായി യൂദാ പറയുന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നെ ക്രൂശിൽ തൂക്കിയ ശതാധിപൻ പറയുന്നു ഇവൻ നീതിമാനായിരുന്നു സത്യമെന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിതെല്ലാം കേട്ടില്ലേ? നിങ്ങളിതെല്ലാം അറിഞ്ഞില്ലേ? ഞാൻ പാവം ചെയ്തിട്ടല്ലല്ലോ ഞാൻ അടിയേറ്റത്. എൻ്റെ മുഖത്ത് തുപ്പലേറ്റത് എന്തിനു വേണ്ടി? നിൻ്റെ നാവ് അരുതാത്തത് പറഞ്ഞത്, അതിന് ശിക്ഷ ഞാൻ ഏൽക്കുകയായിരുന്നു. നിൻ്റെ കണ്ണ് അരുതാത്തത് കണ്ടത്, ഞാൻ ശിക്ഷ ഏൽക്കുകയായിരുന്നു. നീ നിൻ്റെ കണ്ണ് അരുതാത്തത് കാണാൻ വാഞ്ചിച്ചത്, ഞാൻ ശിക്ഷ ഏൽക്കുകയായിരുന്നു. കുഞ്ഞേ, നിനക്ക് മനസ്സിലാകുന്നോ? മോളെ, നീ ഗ്രഹിക്കുന്നുണ്ടോ? നിൻ്റെ പാവം ഞാൻ ഏറ്റു, നിൻ്റെ പാവത്തിൻ്റെ ശിക്ഷ ഞാൻ വഹിച്ചു. ഞാൻ നിനക്ക് വേണ്ടി എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങി.
എല്ലാം എന്തിന്? നിന്നെ മോചിപ്പിക്കാൻ, നിനക്ക് ശിക്ഷ വരാതിരിക്കാൻ, നരക ശിക്ഷയിൽ നിനക്ക് മോചനം തരാൻ. നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇതെല്ലാം നിനക്ക് വേണ്ടി സഹിച്ചിട്ട് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? കർത്താവെ, ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇത്രയും കാലം നഷ്ടപ്പെടുത്തി. ഇനിയുള്ള ആയുസിൻ്റെ ഓരോ സെക്കൻഡും യേശുവേ നിനക്ക് വേണ്ടി ഞാനിതാ വേർതിരിക്കുന്നു. നിനക്ക് വേണ്ടി എന്നെ തന്നെ ഞാനിതാ തരുന്നു. കർത്താവേ, എനിക്ക് സ്വന്തമായൊരു ജീവിതമില്ല, സ്വന്തമായൊരു ഭാവിയില്ല, സ്വന്തമായൊരു നാളെയില്ല. എല്ലാം യേശുവേ നിനക്ക് മാത്രം നിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാത്രം ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് കൊടുക്കുകയും യേശുവിനോട് വാക്ക് പറയുവിൻ. യേശുവേ, എന്നോട് മനസ്സറിയണമേ, എന്നെ വേണ്ടി തൃക്കരം വയ്ക്കണമേ, എന്നെ കഴുകണമേ, തിരക്തത്താൽ എന്നെ മുദ്രയണിയിക്കണമേ, പാപക്കറകൾ നീക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ സന്നിധിയിലേക്ക് ചേരുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. യേശുവേ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ വിളക്ക് കത്തിച്ച് ഒരുങ്ങി നിൽക്കുന്ന മണവാട്ടിയെപ്പോലെ കർത്താവേ എനിക്ക് ഒരുങ്ങി നിൽക്കാൻ ഭാഗ്യം തരണമേ. കർത്താവേ, മണവാളിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെപ്പോലെ കർത്താവേ, വിശുദ്ധ കന്യകമാരെ പോലെ ഞാനും ഇതാ ഒരുങ്ങുന്നു. എൻ്റെ ജീവിതം ഞാനിതാ തരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ പരിമേൽപ്പിക്കുന്നു. ഇപ്പോൾ എന്നെ ഒരുക്കണമേ, എന്നെ അണിയിച്ചൊരുക്കണമേ. നാഥാ, എനിക്ക് ആടയാഭരണങ്ങൾ നൽകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ വിളക്ക് കത്തിച്ചു തരണമേ, എൻ്റെ വിളക്കിൽ എണ്ണ പകർന്നു തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്ന് എന്നെ ഇന്ന് ആത്മാവിൽ നിറയ്ക്കണമേ, ആത്മാവിൽ വിശുദ്ധീകരിക്കണമേ. ആത്മാവിന് തീ എന്നെ ജ്വലിപ്പിക്കണമേ. ആത്മാവിന് തീ എൻ്റെ സിരകളിലൂടെ പായണമേ. കർത്താവേ, ആത്മാവിന് തീയുടെ ജ്വാലയിൽ ഞാൻ ഇന്ന് കത്തി എരിഞ്ഞ് തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പ്രവർത്തിക്കണമേ. യേശുവേ, എഴുന്നള്ളി വരണമേ. യേശുവേ, സംസാരിക്കണമേ. യേശുവേ, ഈ മക്കളെ തൊടണമേ. യേശുവേ, ഈ മക്കളുടെ തൃക്കരം വയ്ക്കണമേ. യേശുവേ, ഈ മക്കളുടെ രോഗങ്ങൾ മാറ്റണമേ, രോഗസൗഖ്യം അയക്കണമേ. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിക്കണമേ. ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും പൊട്ടിച്ചു കളയണമേ. ഹല്ലേലൂയ. പൈശാചിക ബാധകൾ മാറ്റണമേ. നാഥാ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.